സർപ്രൈസ് എങ്ങനെയുണ്ട്? സർപ്രൈസ് അടിപൊളി സർപ്രൈസ് ആയിരുന്നു. ഞാനിവിടെ ഉറങ്ങുമായിരുന്നു. ഉറങ്ങി ഏത് നോക്കുമ്പോൾ ഇവിടെ ഒരു കേക്ക് ഇരിക്കും, നമ്മുടെ ആനിവേഴ്സറിയുടെ കേക്ക്. അത് ഞങ്ങൾ മേടിക്കണമെന്ന് വിചാരിച്ചു, പിന്നെ മേടിക്കണ്ടെന്ന് വിചാരിച്ചു. അതെ, പിന്നെ എന്നാൽ ഞാൻ മേടിക്കണമെന്ന് വിചാരിച്ചു. ഞാൻ കിടന്ന് ഉറങ്ങി. അപ്പോഴത്തേക്കും നോക്കുമ്പോൾ എഴുന്നേറ്റ് നോക്കുമ്പോൾ അതേ കേക്ക് ഇരിക്കുന്നു. സർപ്രൈസ്. നമ്മൾ ഷോർട്ട് വീഡിയോ അല്ലേ ഇട്ടിട്ടുണ്ട്. നല്ല ഉറക്കമായിരുന്നു അല്ലേ? പനിയായോണ്ട് ഉറങ്ങിപ്പോയി. നമുക്കപ്പം കേക്ക് കൊണ്ട് ഇത് അവസാനിപ്പിക്കും. അല്ലെ ഭയങ്കര പാടാണ്. ഇന്നത്തെ ചിലവുകളൊക്കെ ഒരു കേക്കിലൊതുക്കി. ജസ്റ്റ് അതൊക്കെ അവർക്ക് പറഞ്ഞു കൊടുത്തു. ഇൻസ്ട്രക്ഷൻ ആയിട്ടില്ല അടിയാണ്. അതാണ് ഒരു മിസ്. അങ്ങനെ നമ്മൾ രണ്ടും കൂടെ കേക്ക് കട്ട് ചെയ്യാൻ പോകുന്നു. ഇവിടെ വേറെ ആരുമില്ല, നമ്മൾ മാത്രമല്ല. കുറച്ച് കുട്ടികൾക്ക് നടത്തുന്ന അടിപൊളി കേക്കാണ്. ഉമ്മയൊക്കെ തരാം ചോദിച്ചു. കേക്കെല്ലാം കേട്ടോ. അടുത്ത പരിപാടി കഴിക്കാൻ ചോറുണ്ടല്ലോ. ചോറുണ്ട്. രണ്ട് മൂന്ന് ചപ്പാത്തിയും കൂടെ ഉണ്ടാക്കി കഴിക്കാം. അങ്ങനെ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആഘോഷം. എന്താഘോഷിക്കാൻ കുറേ വർഷമായി. അതുകൊണ്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെയൊക്കെ ആഘോഷിച്ചു നമ്മളന്ന് നിർത്തി. കേക്കിലെ പേരെഴുതിയ എന്തോ ഒരു ഇത് ചോക്ലേറ്റാണ് കേട്ടോ. ചോക്ലേറ്റിൻ്റെ ഇത് വെച്ചിട്ടാണ് പേര്. അറിഞ്ഞില്ലല്ലേ? കഴിച്ചു നോക്കാം. ഇവിടെ പൊടിഞ്ഞു കഴിഞ്ഞാൽ ഉറുമ്പ് കയറും. അവിടെ കിടക്കട്ടെ. പിന്നെ അങ്ങനെ നമ്മൾ ആഘോഷമൊക്കെ കഴിഞ്ഞ് ഇനി ഫുഡ് കഴിക്കാനുള്ള പരിപാടിയാണ്. നേരത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുന്നു. എടാ ഇന്നെന്നാന്നറിയോ? ഇന്നെന്നാ ദിവസം അറിയത്തില്ല? നിനക്കറിയത്തില്ല? അതെ, സർപ്രൈസ് ഒക്കെ തന്നു. കേക്ക് മേടിച്ചിട്ട് വന്നു. സർപ്രൈസ് ഒക്കെ തന്നു. കേക്ക് മേടിച്ചിട്ട് വന്നിട്ട് എന്തുവാടാ എന്തുവാണോ നീ പനിയായോണ്ടാണോ?
പനി പിടിച്ചു, എല്ലാവർക്കും പനി. കുഞ്ഞാവെ ആദ്യം പനി കൊണ്ടുവന്ന് നമുക്ക് അവിടെ വരുമ്പോൾ കേക്ക് മേടിക്കാം വേറെ കേട്ടോ. ആ അവിടെ വരുമ്പോൾ മേടിക്കണം കേക്കൊക്കെ. ഞാൻ മേടിച്ചത് അമ്മോന് കാണിച്ചു തരാം കേട്ടോ കേക്ക് വരുമ്പോ. വരും വരും വരും, നാളെ വരുന്ന പറഞ്ഞു. എറണാകുളം ആയിക്കണ്ടായി. ആ നമ്മള് പോയത്